ഹായ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ ന്യൂസ് വീഡിയോ അല്ല. എങ്ങനെയാണ് ശൈത്യതരംഗം ഉണ്ടാകുന്നത്? ഉത്തരേന്ത്യയിൽ ശൈത്യകാലത്ത് കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നതിന് ഭൗമശാസ്ത്രപരവും അന്തരീക്ഷപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. കടലിൽ നിന്നുള്ള അകലം. ദക്ഷിണേന്ത്യയെ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടൽ സാമീപ്യമല്ല. കടൽക്കാറ്റ് കരയിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കാത്തതിനാൽ കോണ്ടിനെന്റാലിറ്റി എഫക്റ്റ്. ഇവിടെ വേനൽക്കാലത്ത് കഠിനമായ ചൂടും ശൈത്യകാലത്ത് കഠിനമായ തണുപ്പും അനുഭവപ്പെടുന്നു. ഹിമാലയത്തിൻ്റെ സാമീപ്യം. ശൈത്യകാലത്ത് ഹിമാലയൻ പർവ്വതനിരകളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകാറുണ്ട്. അവിടെ വീശുന്ന തണുത്ത കാറ്റ് വടക്കേ ഇന്ത്യയിലെ സമതലങ്ങളിൽ താപനില കുത്തനെ കുറയ്ക്കാൻ കാരണമാകുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാരണം. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. മെഡിറ്ററേനിയൻ കടലിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന വായുപ്രവാഹങ്ങൾ വടക്കൻ മേഖലകളിൽ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകുന്നു. ഇത് കടന്നുപോയതിനു ശേഷം അന്തരീക്ഷത്തിൽ തണുപ്പ് ഗണ്യമായി വർദ്ധിക്കുന്നു. തണുത്ത കാറ്റുകൾ. കോൾഡ് അഡ്വെക്ഷൻ. മധ്യേഷ്യയിൽ നിന്ന് സൈബീരിയൻ നിന്നുമുള്ള തണുത്ത കാറ്റ് വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് താപനില -ഡിഗ്രി വരെ എത്താൻ കാരണമാകാറുണ്ട്. ലാനിന പ്രഭാവം. പ്രശാന്ത സമുദ്രത്തിലെ ഉപരിതല താപനിലയിൽ വ്യത്യാസം വരുമ്പോഴാണ് ഇന്ത്യയിൽ ശൈത്യകാലം തീവ്രമാകാൻ ഇടയാക്കാറുള്ളത്. ഇത് വടക്കേ ഇന്ത്യയിൽ കഠിനമായ തണുപ്പും തരംഗങ്ങൾ കോൾഡ് വേവ്സ് സൃഷ്ടിക്കുന്നു. തെളിഞ്ഞ ആകാശവും മഞ്ഞും. രാത്രികാലങ്ങളിൽ ആകാശം തെളിഞ്ഞു നിൽക്കുക എന്നത് ഭൂമിയിലെ ചൂട് വേഗത്തിൽ പുറത്തു പോകാൻ കാരണമാകും. രാവിലെകളിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ് സൂര്യപ്രകാശം ഭൂമിയിലേക്കെത്തുന്നത് തടയുകയും പകൽ സമയത്തും തണുപ്പ് നിലനിർത്തുകയും ചെയ്യുന്നു. ഇതേപോലത്തെ ഇപ്പോൾ ന്യൂസ് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.